കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത് വാടക വീടുകളിൽ. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകളൊന്നും ഇനിയും നടപ്പായില്ല. തിരമാലകളടിച്ച് വർഷങ്ങൾക്ക് മുൻപ് തകർന്നുപോയ വീടുകളുടെ ചുമർഭാഗങ്ങളുടെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ചിറമൽ കടപ്പുറത്തുകൂടി നടന്നു നീങ്ങുമ്പോൾ കടലാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകൾ കാണാം. ചിതറിത്തെറിച്ചു നിൽക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിലൂടെ പ്രദേശത്തെ പല വീടുകളിലേക്കും കടൽ വെള്ളം അടിച്ചു കയറുന്നത് പതിവാണ്. ദുരിതം സഹിക്കാൻ കഴിയാതെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെക്കുവാൻ സ്ഥലവും ധനസഹായവും നൽകുമെന്ന അധികൃത ഉറപ്പുകൾ ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 3 സെന്റ് സ്ഥലം ലഭിച്ച പല കുടുംബങ്ങളും വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ വാടക വീടുകളിൽ സ്വന്തം ചിലവിൽ കഴിയുകയാണ്. 3 സെന്റ് സ്ഥലം പോലും ലഭിക്കാത്ത കുടുംബങ്ങളും ചിറമൽ കടപ്പുറത്തുണ്ട്. ഈ വീടും ഇവിടം വരെ ഉണ്ടായിരുന്നു, ഞാൻ നിന്ന സ്ഥലം വരെ ഉണ്ടായിരുന്നു. കടലെടുത്തിട്ട് പാതി എല്ലാം പോകേണ്ട അവസ്ഥ വന്നു. അവിടെ പോകും. അവിടെ ഓരോ ചില സാഹചര്യങ്ങളിൽ വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ. എന്നിട്ട് വാടക നമ്മളെ കൊടുക്കാം, അത് അവർ കൊടുക്കാം, പഞ്ചായത്ത് കൊടുക്കാം, ഒന്നും ഇതുവരെ നിലവിൽ വന്നില്ല. വാടകയ്ക്ക് കഴിയുന്ന മത്സ്യത്തൊഴിലാളിയായ പുരുഷോത്തമൻ ജീവിത ദുരിതത്തെ കുറിച്ച് പറഞ്ഞു. ഉള്ളത് ഇപ്പൊ ഒരു 100 മീറ്ററിനകത്താണ് കടല് ഉള്ളിൽ കളിക്കുന്നത്. ഞങ്ങള് എപ്പോ എന്ത് സംഭവിക്കുന്ന ആർക്കൊന്നും പറയാൻ കഴിയില്ല. കടലിനെ പറ്റി ഞങ്ങളിപ്പോ ദൂരം പോയിട്ട് വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഞങ്ങളെ വീടിലും പഴകിയ വീടാണ്. ഈ കടൽ ഭീഷണി കൊണ്ട് തകർന്ന് കാറ്റത്തര പൊളിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ വാടകയ്ക്ക് നിൽക്കുന്നത്. ചെറിയൊരു സ്ഥലം അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ വീട് കെട്ടേണ്ട അഭിപ്രായത്തിനുള്ളത്. ഗവൺമെന്റിന് ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ട് നമുക്ക്. 2001 മുതൽ ഇവിടെ കടലാക്രമണം രൂക്ഷമാണ്. ടെട്രാപോഡ് സ്ഥാപിക്കലും കല്ലിടലുമെല്ലാം അധികൃത വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.